കൊച്ചിയിലെ മനുഷ്യക്കടത്ത് ആരോപണത്തിൽ മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്ത്. കുവൈറ്റിൽ അടിമവേല ചെയ്യിച്ചുവെന്നും IS-ന് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ടപ്പോൾ ചികിത്സ നൽകിയില്ല, പൊരിവെയിലത്ത് നിർത്തിയെന്നും നെഞ്ചിലും വയറിലും ചവിട്ടിയെന്നും തൃക്കാക്കര സ്വദേശിയായ യുവതിയുടെ പരാതിയിലുണ്ട്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, നേരത്തെ തന്നെ മറ്റൊരു യുവതിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. സുവി വിശ്വനാഥന് മുൻപാകെ അവിടെ ഏതൊക്കെ രീതിയിലുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു എന്നത് ആ യുവതി പറഞ്ഞിരുന്നു. ഈ കൊച്ചി മനുഷ്യക്കടത്തിൽ പരാതികളുമായി കൂടുതൽ യുവതികൾ രംഗത്തെത്തുന്നുവെന്നാണോ? തീർച്ചയായും ദിവ്യ, കൂടുതൽ പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തോപ്പുംപടി സ്വദേശിയായ ഒരു യുവതിയാണ് പരാതി നൽകിയത് എങ്കിൽ ആ സ്ത്രീയോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു വന്ന തൃക്കാക്കര സ്വദേശിനിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതികൾ വായിക്കുമ്പോൾ വലിയ തോതിൽ ഒരു വിഷമം തോന്നും. ഇത്രയും കടുത്ത പീഡനം ഒരു മറുനാട്ടിൽ ഇവർക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ശോചനീയമായ കാര്യം. കുട്ടികളെ നോക്കാൻ എന്ന പേരിലാണ് ഇവരെ ദുബായിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ദുബായിൽ നിന്ന് ഇവരെ വീണ്ടും വിദ്യാഭ്യാസം കുറവാണ് എന്ന കാരണത്താലാണ് ഇവരെ കുവൈറ്റിലേക്ക് അയക്കുന്നത് എന്ന് ഏജന്റ് പറയുന്നു. തുടർന്ന് കുവൈറ്റിലെത്തുമ്പോൾ അറബിയുടെ വീട്ടിലും അതിനുശേഷം ഈ ഏജന്റിന്റെ ഓഫീസിലും വെച്ച് നിരവധി തവണ പീഡനത്തിന് ഇരയായതായാണ് യുവതികൾ പറയുന്നത്. അറബിയുടെ ഓഫീസിൽ, അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ ആണ്, 2022 ഫെബ്രുവരി മാസത്തിലാണ് ഈ സംഭവം നടന്നത്. ശരിക്കും ഒരു അടിമക്കച്ചവടം തന്നെയാണ് നടന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവരെ വീട്ടിലേക്ക്, അതായത് അറബിയുടെ വീട്ടിലെത്തിച്ചതിനു ശേഷം ഒരു കട്ടൻ ചായയും ഒരു കുബൂസും മാത്രമാണ് ഭക്ഷണമായി നൽകിയത്, മറ്റൊന്നും തന്നെ നൽകുകയില്ല. അതിനുശേഷം നിരന്തരം മണിക്കൂറുകളോളം ജോലി ചെയ്യിപ്പിക്കും. അടുക്കള ജോലിയും മറ്റ് വീട് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാഠിന്യമേറിയ നിരവധി ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിക്കും. എന്നാൽ കുട്ടികളുടെ ജോലിക്കാണ് എന്നത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർ മറുനാട്ടിലേക്ക് പോയത്. അത്രയും സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ്. 60,000 രൂപ ശമ്പളം നൽകാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ പരാതിയുമായി തനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പീഡനം, അതായത് മർദ്ദിക്കുന്ന തരത്തിലേക്ക് കടക്കുകയായിരുന്നു. ശാരീരികമായി വലിയ തോതിൽ ഇവർ മർദ്ദിച്ചു. നെഞ്ചിലും വയറ്റിലും ചവിട്ടി, ഇടത് കൈയിൽ അടിച്ചു. തുടർന്ന് ഈ അടിയുടെ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ മൂക്കിൽ നിന്ന് ചോര പുറത്തേക്ക് വന്നു. ചോര ഒലിച്ചപ്പോൾ പോലും ഒരു വൈദ്യസഹായം നൽകാൻ പോലും ഈ അറബി കുടുംബം തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. തുടർന്ന് താൻ കൂടുതൽ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ വീണ്ടും ഈ ഏജന്റിനെ തന്നെ ഏൽപ്പിച്ചു. ആ ഏജന്റ് എന്ന് പറയുന്നത് മജീദാണ്. ഇയാൾ ഇപ്പോഴും വിദേശത്താണ്, ഒളിവിലാണ്. ഈ മജീദിനെ ഏൽപ്പിക്കുന്നു. മജീദ് ഇവരെ വീണ്ടും മർദ്ദിക്കുന്നു, പൊരിവെയിലത്ത് നിർത്തുന്നു, അതുപോലെ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു. ഇനിയും ഇതേ രീതിയിൽ, അതായത് ഈ എതിർപ്പ് തുടരുകയാണെങ്കിൽ നിങ്ങളെ IS-ന് വിൽക്കും എന്നൊരു ഭീഷണിപ്പെടുത്തുന്നു. ഇത് ഒരു യുവതിയോടല്ല, ഈ മജീദ് വീണ്ടും മറ്റു യുവതികളോടെല്ലാം തന്നെ ഇവരെ IS-ന് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. 20 വർഷത്തേക്ക് പിന്നീട് ഇന്ത്യയിലേക്ക് വരാനേ കഴിയില്ല, ആ രീതിയിൽ നിങ്ങളെ കുടുക്കും എന്ന് പറയുന്നു. നാട്ടിലുള്ളവർ ബന്ധപ്പെടുമ്പോൾ 3.5 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു. ഈ അജുമോൻ, പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത അജുമോൻ, ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത അജുമോന് 50,000 രൂപ ഈ പരാതിക്കാരിയുടെ മകൻ അയച്ചു കൊടുത്തു. അതിനുശേഷം ഈ മലയാളി സംഘടനകളുടെ കൂടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മോചനം നടന്നത്. അതും ഈ മജീദ് അറിയാതെ ഒരു മൊബൈലിൽ നിന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്തതിന് ശേഷമാണ് തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നാണ് യുവതി പറയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള കൊടിയ പീഡനമാണ് ഈ യുവതികൾക്ക് അവിടെ നേരിടേണ്ടി വന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്, അത് അജുമോനാണ്. അതായത് ഇവിടുത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള ഗോൾഡൻ വയ എന്ന സ്ഥാപനത്തിന്റെ ഉടമ അജുമോനാണ്. ഇനി മറ്റ് 2 പേർ, ഈ യുവതികൾ പറയുന്നത് മറ്റ് 2 പേർ കൂടിയുണ്ട്. അതായത് ഒന്ന് മജീദ്, ഇയാൾ കുവൈറ്റിലാണ്, വിദേശത്താണ്, തളിപ്പറമ്പ് സ്വദേശിയാണ്, കണ്ണൂർക്കാരനാണ്. മറ്റൊരാൾ അനന്ത് എന്ന് പറയുന്ന ആളാണ്. അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇയാളെ റിമാൻഡിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും മജീദിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മജീദിനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണൂരിലേക്ക് ആ സംഘം പോയി എങ്കിലും ഇയാളാണ്
മുഖ്യപ്രതി മജീദാണ്. മജീദിനെ മേൽവിലാസം തിരക്കിക്കൊണ്ട് കണ്ണൂരിലേക്ക് പോയി എങ്കിലും അവിടെ നിന്ന് ഒരു തരത്തിലുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അത്തരം കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടിയുണ്ട്, അനന്ത്. അയാളുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ നമുക്ക് ഇതിൽ ഈ രണ്ട് യുവതികളുടെയും വെളിപ്പെടുത്തൽ നോക്കുമ്പോൾ രണ്ടുപേരും സമാനമായ രീതിയിലുള്ള മർദ്ദനങ്ങളും ക്രൂരതയും അടിമവേലയും ഒക്കെയാണ് അവിടെ നേരിടേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഈ രണ്ടുപേരും നൽകുന്ന പ്രതികളുടെ പേരുകൾ സമാനമാണ്. മജീദാണ് തങ്ങളെ ഇതിന്റെയൊക്കെ പിന്നിലെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ഈ രണ്ട് യുവതികളും ഒരേ സമയത്ത് തന്നെ കൊണ്ടുപോയി ഒരേ രീതിയിൽ രക്ഷപ്പെട്ട് ഒരുമിച്ചെത്തിയവരാണോ ഇവർ രണ്ടുപേരും? ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോയവരാണ്. ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ദിവസങ്ങളുടെ ഇടവേളയിൽ ഒരുമിച്ച് ദുബായിലെത്തുന്നു. അതിനുശേഷം ഇവർ പല വീടുകളിലേക്കായിട്ട് ഇവർ മാറ്റപ്പെടുന്നു. എന്നാൽ ഇവരെ രണ്ടുപേരെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും മജീദ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരേ സംഘടനയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത്. ഈ തൃക്കാക്കര സ്വദേശിയായ യുവതിയെ രക്ഷപ്പെടുത്തുന്നതിന് ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയ തോപ്പുംപടി സ്വദേശിയുടെ കൂടി ഇടപെടൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ യുവതിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇനി ഒരു യുവതിക്കും ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞത്. ഏതായാലും കൊടിയ മർദ്ദനം, വലിയ തോതിലുള്ള ഒരു പീഡനമാണ് യുവതികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ തോപ്പുംപടി സ്വദേശിയായ യുവതി മജീദിന്റെയും അതുപോലെ തന്നെ അജുമോന്റെയും പേരുകൾ മാത്രമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ മറ്റൊരാളുടെ പേരുകൂടെ ഇപ്പോൾ പരാതി നൽകിയ യുവതി പറയുന്നുണ്ട്. തൃക്കാക്കര സ്വദേശിനിയായ യുവതി അനന്ത് എന്ന് പറയുന്ന ഒരാളുടെ പേര് കൂടെ പറയുന്നുണ്ട്. ഇവർക്ക് ഈ അനന്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ യുവതിക്ക് അറിയില്ല. പക്ഷെ ഈ അനന്തും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് തൃക്കാക്കര സ്വദേശിനിയായ പരാതിക്കാരി പറയുന്നത്. തനിക്ക് ഇവരെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരിക്കൽ തൊഴുകാൻ പോയപ്പോൾ അവിടെ ഈ ചുമരിൽ ഒരു വിദേശത്തേക്ക് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി ഹോം നഴ്സുമാരെ ആവശ്യമുണ്ട് എന്ന് ചുമരിൽ ഒരു പരസ്യം കണ്ടു. ഒരു മൊബൈൽ നമ്പറും അതിനകത്തുണ്ടായിരുന്നു. ആ നമ്പർ വിളിച്ചപ്പോഴാണ് ഈ ഷിപ്പ്യാർഡിലുള്ള ഗോൾഡൻ വയ എന്ന സ്ഥാപനത്തിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്. തുടർന്ന് താൻ എത്തുന്നു. ഉടൻ തന്നെ ടിക്കറ്റും വിസയും തയ്യാറാവുന്നു. ഉടൻ തന്നെ തനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ തനിക്ക് ദുബായിലേക്ക് പോകാൻ കഴിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഏതായാലും ഇതിനകത്ത് പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ IS-ലേക്ക് വിൽക്കും എന്ന് മജീദ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. എല്ലാ സ്ത്രീകളോടും ഇയാൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ, അതോ ഇയാൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഏതെങ്കിലും യുവതികളെ സിറിയയിലേക്കും മറ്റും ഇയാൾ കടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും NIA നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി മനുഷ്യക്കടത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരാതിയുമായി യുവതികൾ എത്തുന്നത്. വലിയ രീതിയിലുള്ള മർദ്ദനവും അടിമവേലയും അടക്കം നേരിടേണ്ടി വന്നു പുറത്ത് എന്നാണ് യുവതികളുടെ പരാതിയിൽ പറയുന്നത്. വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥൻ നൽകിയത്.